ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു റിട്ടയർമെൻറ്റ് കേക്ക് റെഡിയാക്കിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്താൽ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് പറയണേ ഇത് പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അവർ ഫോട്ടോ സെൻഡ് ചെയ്ത പോലീസ് തീം കേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡിയാവുമല്ലോ, അതിനെന്താ കുഴപ്പം, സെയിം ടു സെയിം എനിക്ക് ഇതുപോലെ തന്നെ വേണം, എന്നാലേ ഞാൻ കേക്ക് ഉണ്ടാക്കി കിട്ടുകയുള്ളൂ നിങ്ങളെക്കൊണ്ട്. ഞാൻ പറഞ്ഞു സെയിം ടു സെയിം ഇതുപോലെ തന്നെ നമ്മൾ കേക്ക് റെഡിയാക്കിയാണ് കൊടുക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇല്ലെന്നേ പറയൂ. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ശരി, ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരാം, 1 kg കേക്ക് എനിക്കൊന്ന് റെഡിയാക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ ഹോം ബേക്കേഴ്സ് അല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പം ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമാണെങ്കിൽ ചോക്കോ ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1 kg കേക്ക്, അത് 7 ഇഞ്ച് മുകളിലാണ് ബേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാൻ. ക്രീമിനകത്ത് ബട്ടർ സ്കോച്ച് ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ച് ക്രഷ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് ക്രഷും പിന്നെ പ്രളയനും റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണാത്തവരൊന്നും കാണണേ. അപ്പോൾ ക്രീമിനകത്ത് നമ്മളാണെങ്കിൽ അത് ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമുക്കാണെങ്കിൽ ബട്ടർ സ്കോച്ച് ക്രഷ് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പ്രളയനും ഇട്ട് കൊടുക്കണം. ഇതിന് നല്ല റിച്ച് ടേസ്റ്റ് ആയിരുന്നു വരുന്നത്. അപ്പോൾ അവരാണെങ്കിൽ കൊണ്ടുപോയവർ നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു എനിക്ക് തന്നത്. അവരുടെ പിന്നെ അച്ഛന് വേണ്ടി കൊണ്ടുപോയ കേക്ക് അച്ഛന് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അവർ നല്ലൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് തന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റെസിപ്പി അത്. പിന്നെ ഫോണ്ടൻ്റെ വർക്കൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളാണെങ്കിൽ ഒരിക്കലും ഒരു ലൈക്കും ചെയ്യത്തില്ല, പിന്നെ കമൻറ്റിൽ അറിയിക്കത്തില്ല എനിക്ക് എന്താ കാണണ്ടേ അല്ലെങ്കിൽ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. അത് എന്നെ അറിയിക്കുവാണെങ്കിൽ എനിക്കിതൊക്കെ അറിയാൻ പറ്റുമൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ. നിങ്ങളൊന്നും പറയാത്ത കാണോ, ഒന്നും കമൻറ്റൊന്നും ഇടാത്ത കാണോ നമുക്ക് തീരെയും മനസ്സ് വരത്തില്ല ഒന്നും ഇടാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിട്ട് എല്ലാ കമൻറ്റും റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്നാലും എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എന്താ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അതേ ക്രീമിനകത്ത് നമ്മളാണെങ്കിൽ ഫൗണ്ടൻ വർക്ക് നേരത്തെ റെഡിയാക്കി രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രൈ ആയി റെഡിയായി ഇരിക്കും അത്. അപ്പോൾ ക്രീമിനകത്താണെങ്കിൽ ബർഗണ്ടി കളർ നമുക്കാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5-6 ഡ്രോപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ഡ്രോപ്പ് നമുക്കാണെങ്കിൽ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1-2 ഡ്രോപ്പ് നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു 2 തവണ ഞാൻ ആഡ് ചെയ്തപ്പോഴാണ് കേട്ടോ അത്ര ഡാർക്ക് കളർ കിട്ടിയത്. സെയിം ടു സെയിം ആ കളർ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസിങ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 1 മണിക്കൂർ മുന്നേ എല്ലാം റെഡിയാക്കി ഫോണ്ടൻ വർക്കൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതണക്ക് നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം, നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് ഉണ്ടായാലേ കാണാനൊരു ലുക്ക് വരുത്തുള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര രീതിയിൽ നന്നായിട്ട് ഫിനിഷിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1-2 തവണ നമ്മൾ സ്ക്രാപ്പറും കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് കറക്കി കൊടുക്കുക. പിന്നെ എവിടെയൊക്കെ ക്രീം കുറവുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ റെഡിയാക്കിയില്ല, അതൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡെലിവറി ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം സ്റ്റേക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതണക്ക് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്തൊക്കെ കാണേണ്ടതെന്ന് അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതണക്ക് നമ്മളെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.